മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും വിൻസൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരി പൊൻതരിയായി നിൻ ഹൃദയം നീറുന്നു. നിലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. നിലാവല കയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. ആരാരിരം മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും പിൻസൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ. ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് അമ്മ കുറേ മുളക് തൈകൾ തന്നായിരുന്നു. അത് വളർന്ന് പല സൈസ് മുളകായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സുന്ദരി മുളകുണ്ട്, ഒരു മദാമ മുളക്. ആ മുളകും നിറച്ച് കായ്ച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പറിക്കാതെ വെച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, പറിക്കാൻ പാകമായി, പറിക്കാതെ വെച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഒരു സ്പെഷ്യൽ മുളകാണ്. ഇതിന് വലിയ എരിവില്ല, വലിയ മണമില്ല, ഒരു പാവം ക്യൂട്ട് മുളകാണ്. അപ്പം ഞാൻ റിസർച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ആ മുളകല്ലേ, ആണോ എന്നൊരു സംശയം. അതായത് നമ്മൾ കൊണ്ടാട്ട മുളകില്ലേ, നമ്മൾ ഉപ്പ് ചേർത്ത് ഉണക്കി സദ്യയുടെ കൂടെയൊക്കെ ഫ്രൈ ആയിട്ട് കൊടുക്കുന്ന കൊണ്ടാട്ട മുളക്, അതല്ലേ അല്ലേ, ആണോ? അത് താനല്ലയോ ഇത്, ഉൾപ്രേക്ഷാഖ്യ അലങ്കൃതി. അപ്പോൾ അത് നിങ്ങൾ പറ, നോക്ക്. ഇത് വീഡിയോയിൽ ഫുള്ള് കാണാൻ പറ്റുമോ അറിയത്തില്ല. ഇതിൻ്റെ അടിയിൽ കൂടെയാണോ കാണാൻ പറ്റുന്നത്? ഇതിൻ്റെ അടിയിലൂടെ അപ്പം കാണാമല്ലോ. കണ്ട, നിറയെ കായ്ച്ച് നിൽപ്പുണ്ട്. അടിയിലെല്ലാം കിരികിരികിരാ ഉണ്ട്. അപ്പം നമ്മളിത് പറിക്കാൻ പോവുകയാണ്. കണ്ടോ, ഇതാണ്. ഇതല്ലേ അത്, ആണോ? അപ്പോൾ ഇത്രയാണ് കിട്ടിയത്. കണ്ടോ, ഇത് പണ്ട് നമ്മൾ കുടമുല്ലയുടെ മുട്ട് പറിക്കുന്നത് പോലെ ഉണ്ട്. അത്രയല്ല, ഞങ്ങളേക്കാളും ചുണ്ട വലുതാണ്. കണ്ടോ, അവിടെ അങ്ങോട്ട് ചെയ്ത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് തിന്നുന്നൊരു സൈസ് മുളക് ഉണ്ടായിരുന്നു, ബെജി മുളകിൻ്റെ സ്മോൾ സൈസ്, ഇച്ചിരി ഡിസൈൻ ഇങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ അതുമല്ല, എന്തുപോലെ നമുക്ക് ഇതുകൊണ്ട് എന്തോ ചെയ്യും, നമുക്ക് നോക്കാം. അമ്മയോട് അതിനോടൊക്കെ ചോദിച്ച് നോക്കാം. അപ്പോൾ ഇതുണ്ടോ, കുറേ ഉണ്ട്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.